ടെൻഷനാവണ്ട. എന്തിനാ എൻ്റെ അമ്മ കരയുന്നത്? എൻ്റെ അമ്മേനെ എല്ലാവരും ഒന്ന് കഴിയുന്ന പോലെ സഹായിക്കണം. ഞാൻ എൻ്റെ അമ്മക്ക് ലിവർ നൽകുന്നത്. അമ്മ സങ്കടപ്പെടണ്ട. എൻ്റെ അമ്മേനെ എല്ലാവരും ഒന്ന് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ, കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന സുധ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ വളരെ സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണേ. പ്രിയപ്പെട്ടവരെ, വളരെ ദയനീയമായ അവസ്ഥയാണ്. ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ്. ഉടനടി തന്നെ ലിവർ മാറ്റിവെച്ചില്ലെങ്കിൽ ജീവന് തന്നെ നിലച്ചു പോകാനുള്ള സാഹചര്യം കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ മോള് പറയുന്നത് വെച്ചാൽ, ഏട്ടാ എനിക്ക് എൻ്റെ ലിവർ നൽകാനേ ഏട്ടാ സാധിക്കുള്ളൂ. എനിക്ക് അമ്മയുടെ സർജറിക്ക് വേണ്ടുന്ന തുക സമാഹരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. എനിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല. ഒരു കൂടപ്പിറപ്പ് ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പേ ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെട്ടു. എനിക്ക് ഈ ലോകത്ത് എൻ്റെ അമ്മയേ ഉള്ളൂ. എൻ്റെ അമ്മ കൂടി പോയാൽ എനിക്ക് വേറെ ആരും ഉണ്ടാവില്ല ഏട്ടാ. എൻ്റെ അമ്മയെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടും വേദനയോടും പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അടിയന്തരമായി ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ. ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ, വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് ഈ കുടുംബം വന്നിട്ടുള്ളത്. ഈ കുടുംബത്തിന് ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അടിയന്തരമായി എത്തിച്ചുകൊണ്ട് ഓരോ നിമിഷവും കഴിയുന്തോറും ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെട്ടാൽ ലിവർ മാറ്റിവെക്കാനുള്ള ആ ഒരു സാഹചര്യം കൂടി നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ മരണ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ വളരെ വിങ്ങലോടുകൂടി നിറക്കണ്ണുകളോടുകൂടി ഈ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ നിങ്ങളോട് പുറത്ത് കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 25 ലക്ഷം രൂപയോളം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള സാധ്യത ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുന്ന പ്രതീക്ഷയിലാണ് ഒരു നാട് മുഴുവൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു നാട് മുഴുവൻ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിറകണ്ണുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ, സുധ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ലിവർ മാറ്റൽ ശസ്ത്രക്രിയക്ക് വേണ്ടി അവസാന പ്രതീക്ഷ എന്നുള്ള ഒരു നിലയിലാണ്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം എന്ന നിലക്ക് എല്ലാവരും ഒന്നായി ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവരും കരുണയുടെ കണ്ണു തുറന്നുകൊണ്ട് ഇതിൽ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഇന്ന് സുധയുടെ അവസ്ഥ നാളെ ആർക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പലതുള്ളി പെരുവെള്ളം, എല്ലാവരുടെയും കാരുണ്യാസ്ത്രങ്ങൾ സുധക്രിയ നീട്ടുക. ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി വിജയിപ്പിക്കണമെന്ന് ഹൃദയംഗമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാരായണ നഗരത്തെ സുധയുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ്. നേരത്തെ ഒരു മകൻ നഷ്ടപ്പെടുകയും ഇപ്പോൾ ഗുരുതരമായ കരൾ രോഗം ബാധിക്കുകയും അതിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്താണ് കരുണ തേടി ഈ നാടിൻ്റെ നന്മ പറ്റിയിട്ടില്ലാത്ത ഈ നാട്ടിലെ ജനതയോട് അഭ്യർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. എല്ലാ ആളുകളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാരായണ നഗരത്തുള്ള പടിഞ്ഞാറേപ്പുന്നത്തിൽ സ്വദേശി ഇന്ന് മാരകമായ ഒരു കരൾ രോഗത്തിന് ഇരയാണ്. ഭർത്താവ് മരിച്ച് ഏക ആശ്രയമായിരുന്ന ഒരു മകനും ഏറെക്കാലം വാഹനാപകടത്തിൽ കിടപ്പിലായി. ഇപ്പം മകനും സുധേച്ചിക്ക് നഷ്ടമായി. സുധേച്ചിയുടെ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സുധേച്ചിയെ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാ നാട്ടുകാരും സുധേച്ചിയെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു സഹോദരിക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ് സുധേച്ചി. സുധേച്ചിയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന നല്ലവരായ എല്ലാ മലയാളികളും ഈ സുധേച്ചിയുടെ ചികിത്സക്കായി അകമഴിഞ്ഞ് സഹായിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ ഒരു ജീവൻ നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും.
നമ്മുടെ നാരായണ നഗരത്തെ പടിഞ്ഞാറേപ്പുനത്തിൽ സുധാ എന്ന രോഗി ഒരു കരൾ രോഗം ബാധിച്ച് കിടപ്പിലാണ്. അതിന് നല്ലൊരു ചികിത്സയ്ക്ക് നല്ലൊരു സംഖ്യ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ മലയാളികളും നാട്ടുകാരും ഇതിനകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പടിഞ്ഞാറേപ്പുനത്തിൽ സുധ വളരെ മാരകമായൊരു അസുഖം പിടിച്ച് കിടപ്പിലാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ സഹായത്തോടു കൂടി തന്നെ അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അടിയന്തരമായി എത്തിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവസാന പ്രതീക്ഷയുമായി ഈ നാട് മുഴുവൻ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.